നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് വണ്ടി പഠിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുന്നതിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കാർ ഡ്രൈവിംഗ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കൊരു ഡ്രൈവിംഗ്, ഒരു 4 വീൽ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു 2 വീലർ ഏതൊരു വണ്ടി ആയിക്കോട്ടെ, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുകയാണെങ്കിലും തുടക്കത്തിൽ നമുക്കതിൻ്റെ ബാലപാഠങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നീട് നിരന്തരമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ മികച്ചതായിട്ട്, കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ്. നമ്മൾ തുടക്കത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്നതിലൂടെ ആ കാര്യം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു മികച്ച ഡ്രൈവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാർ ഡ്രൈവിംഗ് നമുക്ക് പെട്ടെന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ പരിശ്രമം പോലെ ഇരിക്കും. നമ്മൾ നിരന്തരമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക, ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യം കൂടെ പറയാം. ഒരു ഡ്രൈവിങ്ങിൽ ഒരു മികച്ച ഡ്രൈവർ, എല്ലാം തികഞ്ഞ ഒരു ഡ്രൈവർ ഒരിക്കലുമില്ല. ഒരു വാഹനം ഓടിക്കുന്ന ഒരാളായിക്കോട്ടെ, പലപ്പോഴും പല രീതിയിലുള്ള ചെറിയ തെറ്റുകൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാം തികഞ്ഞ് കൃത്യമായിട്ട് ഒരാൾക്ക് ഒരിക്കലും വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പല വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ക്ലച്ചിൽ കാല് വെച്ച് വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ ഗിയർ ലിവറിൽ നമ്മുടെ കൈകൾ വെച്ച് നമ്മൾ റെസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് നല്ല ഡ്രൈവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ക്ലച്ചിൽ കാല് വെച്ചേക്കാം, അത് സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് ആവശ്യമില്ലാതെ ക്ലച്ചിൽ കാല് വെക്കാതെ കാലെടുത്ത് നമ്മൾ ഫ്ലോറിൽ ചവിട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം തികഞ്ഞ ഒരു മിടുക്കനായ ഒരു മികച്ച ഡ്രൈവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഏതൊരാളായിക്കോട്ടെ, വണ്ടി ഓടിക്കുന്ന ഒരാളായിക്കോട്ടെ, തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. പുതിയതായിട്ട് വണ്ടി പഠിക്കുന്നവരായ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിച്ച് നേടാം എന്ന് ചിന്തിക്കരുത്. ഒരിക്കലും നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ച് എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക, എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും നിർബന്ധമായിട്ടും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വേറൊന്നുമല്ല, ഈ കാലഘട്ടത്തിൻ്റെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുക, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു വാഹനമായിക്കോട്ടെ, നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ അനായാസം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് കാറുകൾ നിരത്തിലിറങ്ങുന്നു. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങും. നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യുവാനും സാധിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ലൈസൻസ് നേടിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, സ്ത്രീകൾ ഇതിനുവേണ്ടി ഇറങ്ങണം. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പഠിച്ചിരിക്കണം. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്കൊരിടത്ത് വരെ പോയി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിച്ചാൽ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 4 വീൽ ഓടിക്കണം എന്ന് വലിയ താല്പര്യമില്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാൻ, നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമുക്ക് വലിയ ആവശ്യകതയായിട്ട് തോന്നത്തില്ല, പക്ഷെങ്കിൽ ഭാവിയിലേക്ക് ഇത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ചെറുപ്പത്തിലാണെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെങ്കിൽ കുറേ അധികം സമയമെടുക്കും. കുറേ കൂടെ നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് നേരത്തെ തന്നെ പഠിച്ചിരിക്കണം. നമുക്ക് എപ്പോഴാണ് ഒരു വണ്ടി മേടിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്
നമുക്കൊരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു വണ്ടി മേടിക്കേണ്ട ഒരു അവസരം ഉണ്ടായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ എടുത്ത് കാണുവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ആ ഒരു സംശയങ്ങൾക്കെല്ലാം തന്നെ ഞാൻ മറുപടി നൽകി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോകളൊക്കെ ഒരു പക്ഷെങ്കിൽ കാണാതെയായിരിക്കും വീണ്ടും ആൾക്കാരിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിന് മറുപടിയായിട്ട് വീഡിയോകൾ ചെയ്തിടുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫേസ്ബുക്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.